മണിനാദം ഉയരുന്നിതാ ബലിവേദി ഉണരുന്നിതാ. ദീപം തെളിഞ്ഞു ബലിപീഠം ഒരുങ്ങി ധൂപം ഉയർന്നു അൾത്താരയും ഒരുങ്ങി ദൈവദൂതർ നിരനിരയായി മാനം വിട്ടു മണ്ണിൽ വന്നിടുന്നു. ദൈവദൂതർ നിരനിരയായി മാനം വിട്ടു മണ്ണിൽ വന്നിടുന്നു. വെള്ളിയിൽ ചേരാ ഇരു കൈകൾ കൂപ്പി നിരന്നു. വെള്ളിയിൽ ചേരാ ഇരു കൈകൾ കൂപ്പി നിരന്നു. ദീപം തെളിഞ്ഞു ബലിപീഠം ഒരുങ്ങി ധൂപം ഉയർന്നു അൾത്താരയും ഒരുങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുക. ബുദ്ധിമാനായ വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധനായ വിശുദ്ധ അഗസ്തീനോസ്, രണ്ടും കൂടി ചേർക്കുമ്പോൾ ബുദ്ധിമാനായ വിശുദ്ധൻ എന്നാണ് പറയാൻ സാധിക്കുക. പലപ്പോഴും ബുദ്ധിപരത കൂടിക്കഴിയുമ്പോൾ പലതും മനസ്സിലാവണില്ല, പലതും ശരിയല്ല എന്നുള്ള വിചാരം ഉണ്ടാകാൻ വഴിയുണ്ട്. തൻ്റെ ബുദ്ധിയിലേക്ക് ഒതുങ്ങുന്ന സംഗതികളെ മാത്രം വിശ്വസിക്കുകയും അതിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു യുക്തിചിന്തയുടെ അന്തർധാര ഇന്നീ ലോകത്തിനുണ്ട് എങ്കിൽ അതിനപ്പുറത്തേക്ക് നിന്റെ ബുദ്ധിക്കതീതവും മഹത്വവും നിഗൂഢവുമായ രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരുമെന്നുള്ള ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ വായിച്ചു പോകുമ്പോൾ ആ വെളിപാടുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണമെന്ന്, ചിലപ്പോൾ അതിനൊക്കെയെല്ലാം വിശുദ്ധ അംബ്രോസിനെ പോലെയുള്ള ആളുകളെ വിശുദ്ധ അഗസ്തീനോസിന് ലഭിച്ചതുപോലെ തന്നെ നമുക്ക് ലഭിക്കേണ്ടതായിട്ട് വന്നേക്കാം. നമ്മുടെ ബുദ്ധി പരത, ബുദ്ധി കൊണ്ട് എല്ലാത്തിനെയും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള വിചാരം എടുത്തു മാറ്റാൻ വിശുദ്ധ അഗസ്തീനോസിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയെല്ലാം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം എന്തുമാത്രം പാഷണ്ഡതകൾ പഠിപ്പിച്ച് മനിക്കേയ സിദ്ധാന്തവും അഗ്നോസ്റ്റിസിസവും ഒക്കെ എല്ലാം പഠിപ്പിച്ച് അതിനപ്പുറത്തേക്ക് ഒരേ ഒരു വാചകം കൊണ്ടാണ് അദ്ദേഹം മാനസാന്തരപ്പെടുന്നത്. പലരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വാചകം, വിശുദ്ധ വചനം മാനസാന്തരപ്പെടത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനമെന്നുള്ള വചനം ഇഗ്നേഷ്യസ് ലയോണയെ മാറ്റിയെങ്കിൽ നമ്മുടെ റോമക്കാർക്ക് എഴുതിയ ലേഖനമാണ് 13-ാം അധ്യായം 13-ാം വാക്യമാണ് വിശുദ്ധ അഗസ്തീനോസിനെ മാറ്റിമറിച്ചത്. നമുക്കത് ഇന്ന് പ്രത്യേകമായി ധ്യാനിക്കാം. എൻ്റെ ജീവിതത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ഒരു വചനം തന്ന് മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാം ഇന്ന് ആഘോഷിക്കുന്ന വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാളിൽ ഓർക്കേണ്ടത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ അമ്മയെ കൂടെയാണ്. പുറകെ നടന്നുകൊണ്ട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിത്വം. നമുക്ക് ആ വിശുദ്ധ മോനിക്കയെ കൂടി ഓർക്കാം.
അരുക്കുറ്റി സെയിൻറ് ആൻ്റണീസ് ദേവാലയത്തിൽ നിന്ന് ഈ വിശുദ്ധ ബലി സമർപ്പിക്കുമ്പോൾ ഈ ദേവാലയം ഒരു കാലയളവിൽ അരൂരിലുള്ള വിശുദ്ധ അഗസ്തീനോസിൻ്റെ ദേവാലയത്തിൻ്റെ കുരിശുപള്ളിയായിരുന്നു എന്നുള്ളത് ഓർക്കുകയും കൂടെ നമ്മുടെ തലപ്പള്ളിയെ പ്രത്യേകമായി ഓർത്ത് ആ ഇടവകയിലുള്ള എല്ലാവരെയും, ഇടവക വികാരിയെയും കൊച്ചച്ചന്മാരെയും സഹോദരങ്ങളെയും നാളിതുവരെ അവിടെ നിന്നുകൊണ്ട് സേവനം ചെയ്തിട്ടുള്ള എല്ലാ വൈദികരെയും ഓർത്തുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാം. നീതിമന്യരായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപകാരണം അന്യരാണെന്ന ന്യായവാദവും ചെയ്യില്ല. ആത്മവഞ്ചന ചെയ്തു ഞാനെൻ്റെ പാപത്തെ പൂഴ്ത്തി വയ്ക്കില്ല. പാപമേതുമേ എന്നിലില്ലെന്ന് ചൊല്ലും വിധി ഞാനാകില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു.
ലോകത്തിൻ പാപനികന്താവേ കാരുണ്യം തൂകണി ഞങ്ങളെ. ലോകത്തിൻ പാപനികന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിലും നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണി ഞങ്ങളെ. സത്യസ്വരൂപൻ പിതാവുകൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനമാവുകൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങു തരീകനാഥനൻ, അങ്ങ് മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മെത്രാനായ വിശുദ്ധ അഗസ്തീനോസിനെ സംപൂരിതനാക്കിയ ചൈതന്യം അങ്ങേ സഭയിൽ നവീകരിക്കണമേ. അങ്ങനെ ഞങ്ങളും അങ്ങേ അതേ ചൈതന്യത്താൽ നിറഞ്ഞ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ അങ്ങേക്കായി മാത്രം ദാഹിക്കുവാനും സ്വർഗീയ സ്നേഹത്തിൻ്റെ ഉടയവനെ അന്വേഷിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: പ്രിയ സഹോദരരെ, ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാക്വിലാസത്തോടെയല്ല, ആയിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കും അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്നെഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞർ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികനെവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലല്ലോ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. കർത്താവിൻ്റെ വചനം. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്വസ്ത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു. അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ
തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുകയും. ഹല്ലേലൂയ. ഹൃദയത്തെയും അധരങ്ങളെയും സ്വീകരിക്കുന്ന മാനസങ്ങളെയും സംശുദ്ധമാക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് എൻ്റെ ബുദ്ധിയെയും എൻ്റെ അധരത്തെയും എൻ്റെ ഹൃദയത്തെയും ശുദ്ധീകരിക്കണമേ. 25-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ ആരംഭിച്ചു. സ്വർഗരാജ്യം വിളക്കമെടുത്ത് മണവാളനെ എതിർക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശം. അവരുടെ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാവട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയെടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ, പുറത്തു നിന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കൂടെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാവാതെ വരുന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുക. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ദൈവവചനമാണ് നാം കേട്ടത്. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യുമാറാവട്ടെ. സഹോദരീ സഹോദരങ്ങളെ, നാം ഇന്ന് വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് മനുഷ്യകുലത്തെ 2 തരങ്ങളിലാണ് തിരിക്കുന്നത്. ഒന്ന്, മനുഷ്യനാൽ നയിക്കപ്പെടുന്ന ഒരു ലോകം. മനുഷ്യൻ ദൈവത്താൽ നയിക്കപ്പെടുന്ന വേറൊരു ലോകം. ഇതാണ് അദ്ദേഹത്തിൻ്റെ സിറ്റി ഓഫ് ഗാഡ് എന്ന പുസ്തകത്തിൻ്റെ പ്രമേയം. 2 ലോകങ്ങളാണ്. മനുഷ്യനാൽ നയിക്കപ്പെടുന്ന ഒരു ലോകം, മനുഷ്യൻ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ലോകം. കാരണം മനുഷ്യനാൽ നയിക്കപ്പെടുന്ന ലോകത്തിന്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എന്താണാവോ വിലക്കിയിരിക്കുന്നത് അത് ചെയ്യുക. അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് മനുഷ്യകുലത്തിൽ മനുഷ്യനാൽ നയിക്കപ്പെടുന്ന മനുഷ്യകുലത്തിന്റെ മനുഷ്യലോകത്തിന്റെ പ്രത്യേകതയാണ്. Finding pleasure in what is forbidden. എന്താണോ വിലക്കപ്പെട്ടിരിക്കുന്നത് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു സ്വഭാവം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന വേറൊരു വാക്കാണ്, എന്നിലുള്ള തിന്മ വളരെ അലസമായ തിന്മ എന്നിലുണ്ടാകും. പക്ഷേ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു. Evil in me is found,
but I love it. ഞാനതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. പലപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മളിലുള്ള തിന്മകളെ നമുക്ക് ഇഷ്ടമാണ്. നമ്മളുടെ തിന്മകളെ ഇഷ്ടമായതിന്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ ആ തിന്മ ചെയ്തു പോകുന്നത്. ചെയ്യരുത് എന്ന് ആരെല്ലാം പറഞ്ഞാലും ദൈവം തന്നെ വന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ചെയ്തതെല്ലാം തിന്മകൾ തന്നെയല്ലേ. ഇവിടെയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ അഗസ്തീനോസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. അതിങ്ങനെയാണ്. 13-ാം അധ്യായം 13 മുതൽ 14 വരെ വാക്യം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയകളിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഇതായിരുന്നു വിശുദ്ധ അഗസ്തീനോസിന്റെ മാറ്റിയ വാക്യം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. രാത്രിയിലാണ് പാപങ്ങൾ പെരുകുക. പകലെല്ലാവരുടെയും കാഴ്ചയിടുന്നതാണ്. ആളുകളുടെ മുമ്പിൽ തിന്മ ചെയ്യാൻ ഞാൻ തയ്യാറാവില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് പകലിന് യോജിച്ച വിധം നാം പെരുമാറണമെന്നാണ്. ഈ വിശുദ്ധ അഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തുവാൻ ഏറ്റവും കൂടുതലായി ഉണ്ടായത് വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയാണ്. അപ്പൊ ചോദിക്കും, പ്രാർത്ഥിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? നിരീശ്വരന്മാരടക്കം പ്രാർത്ഥിക്കാറുണ്ട്. അവരടക്കം ഏതെങ്കിലും ശക്തിയോട് അവർ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ പലവിധമായി പോകും. ഒരു കുടുംബത്തിലെ കുടുംബിനിയുടെ പ്രാർത്ഥന ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയുമാണെങ്കിൽ, കുടുംബനാഥന്റെ പ്രാർത്ഥന അവന്റെ ജോലിയെക്കുറിച്ചും സാമ്പത്തികമായ സ്വസ്ഥതയെക്കുറിച്ചുമായിരിക്കും. ഒരുത്തൻ തനിക്ക് വേണ്ടുന്ന പ്രണയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് കർത്താവെ ആ പ്രണയം ശരിയാവാതിരിക്കട്ടെ എന്നുള്ളതായിരിക്കും. കള്ളൻ പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഞാൻ കക്കുമ്പോ ആരും എന്നെ കാണരുതേ, പോലീസുകാരെ പിടിക്കരുതേ എന്നുള്ളതാണെങ്കിൽ, പോലീസുകാർ പ്രാർത്ഥിക്കുന്നത് ദൈവമേ കള്ളന്മാരാരും കയറരുതേ, കയറിയാൽ അവരെ പിടിക്കാൻ എനിക്ക് സാധിക്കണമേ എന്നുള്ളതാണ്. തൊഴിലാളി പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്കധികം പ്രയാസത്തോടെ ജോലി ചെയ്യാതിരിക്കാനും വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടാനും കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ മുതലാളി പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഇവന്മാരെല്ലാം ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ തൊഴിൽ ചെയ്യാൻ കുറച്ച് കാശ് മാത്രം മതി എന്ന് പറയാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇങ്ങനെ നോക്കുമ്പോ ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കും? ദൈവം ആരുടെ പ്രാർത്ഥനയാണ്, ആരുടെ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. നമ്മുടെ ശ്രദ്ധ ഏറെ ചെല്ലേണ്ടത് ഈ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന വിശുദ്ധ അഗസ്തീനോസിനെ വേട്ടയാടുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ ശക്തി എന്തായിരുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മളെ കൊണ്ട് സാധ്യമാകാത്തത് ദൈവശക്തിയാൽ എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ്. ഏത് വിശുദ്ധനാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നത്? ഏത് ധ്യാനകേന്ദ്രത്തിൽ പോയാലാണ് എനിക്ക് പെട്ടെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കിട്ടുക? ഇതൊക്കെയാണ് നമ്മുടെ ശ്രദ്ധകളായിട്ടുള്ള. ഒരുവന്റെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട കഷ്ടമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആമോദമാണെങ്കിലും ആനന്ദമാണെങ്കിലും സമചിത്തമായി മുന്നേറാൻ സഹായിക്കുകയാണ് പ്രാർത്ഥന. കഷ്ടപ്പാടാണെങ്കിലും ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും സമചിത്തതയോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാതെ ഒരുപാട് ആകർഷം, ഒരുപാട് നിരാശ, ഒരുപാട് വെറുപ്പ്, ഒരുപാട് സ്വയം കൊത്തിക്കൊണ്ടുള്ള അവസ്ഥ, തന്നെ പഴി പറയുന്ന അവസ്ഥ, ഇങ്ങനെ മറ്റുള്ളവരെ എന്തിനു വേണ്ടിയും പഴിചാരുന്ന വ്യക്തികള് അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? അടിവരയിടേണ്ടതൊരു കാര്യമാണ്.
പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം തരുന്നത് പോലും ദൈവത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്രതീക്ഷിതമായ ചില ദുരന്തങ്ങള്, ചില ദുരിതങ്ങള്, ചില രോഗങ്ങള്, ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള്, ഇവയെല്ലാം നമുക്ക് തരുന്നത് ദൈവത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ചോദിക്കുന്നു, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകൾ ഉണ്ടല്ലോ? ഫരീസയന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കാത്ത തമ്പുരാൻ ചുങ്കക്കാരന്റെ പ്രാർത്ഥന കേട്ടു. പരിശുദ്ധ കന്യകാമാതാവിന്റെ പ്രാർത്ഥനയിൽ പരിഭവമില്ല, ആരും കുറ്റപ്പെടുത്തലില്ല, ഒരുപിടി നന്ദികൾ മാത്രം, സ്തോത്രഗീതികൾ മാത്രമാണ്. ഇവിടെ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ എല്ലാം നന്മ നിറഞ്ഞ പ്രാർത്ഥനകളാണ്. നന്മ നിറഞ്ഞ പ്രാർത്ഥനകളാണ് എങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് രണ്ട് കാര്യം ഉണ്ടാവണം. ഒന്ന് കാത്തിരിപ്പ്, രണ്ട് സഹനം. കാത്തിരിപ്പിന്റെയും സഹനത്തിന്റെയും ചുവയുണ്ടെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന യഥാർത്ഥത്തിലുള്ള നന്മ നിറഞ്ഞ പ്രാർത്ഥന. കാത്തിരിപ്പിന്റെ സഹനത്തിന്റെ ചുവയുണ്ടാവണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. അതാണ് നന്മ നിറഞ്ഞ പ്രാർത്ഥന. ഞാൻ കാത്തിരിക്കുന്നത്, ഞാൻ കാത്തിരിക്കുക. സഹനങ്ങളുണ്ട്, എന്റെ പ്രാർത്ഥനയിൽ സഹനങ്ങളുണ്ടാവും, എനിക്ക് കാത്തിരിക്കാനായിട്ടുള്ള ചുവയുണ്ടാവും. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ അതൊരു പ്രാർത്ഥനയാകും. കാത്തിരിക്കാനുള്ള വരം തരണമേ എന്ന് മോനിക്ക പുരോഹിതൻ പ്രാർത്ഥിച്ചു. സഹനത്തോടുകൂടെ പ്രാർത്ഥിച്ചു. മകന്റെ പിറകെ പാഞ്ഞുകൊണ്ട് എവിടെയെല്ലാം മകൻ പോയോ അവിടെ എല്ലായിടത്തും പോയി സഹനത്തോടുകൂടെ കാത്തിരിപ്പോടുകൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നീ കാത്തിരിക്കുന്നുണ്ടോ? രണ്ട്, നിനക്ക് സഹനങ്ങളുണ്ടോ? ഈ ബലത്താൽ, ഈ പ്രാർത്ഥനയുടെ ബലമാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയായി മാറുകയും ദൈവം നമുക്കായി തരികയും ചെയ്യുക. നമുക്ക് ആത്മാർത്ഥതയോടുകൂടെ ഈ ചിന്തകൾ, മനുഷ്യകുലം രണ്ട് തരത്തിലാണ്. ഒന്ന്, മനുഷ്യന്മാരാൽ നയിക്കപ്പെടുന്ന ഒരു ലോകം, ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ലോകം. ഈ രണ്ട് ലോകങ്ങളാണ് The City of God എന്ന പുസ്തകത്തിലൂടെ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വെച്ചത്. റോമാക്കാർക്ക് ലേഖനം 13-11 വാക്യം. പകലിന് യോജിച്ച വിധം പെരുമാറാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ നിയോഗം ഭാരതരത്ന എന്ന ബോട്ടിന് വേണ്ടിയിട്ടാണ്. ആ ബോട്ടുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും നല്ല മത്സ്യ സമ്പത്ത് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഈ കാലയളവില് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ട്. പ്രത്യേകമായും ഇന്ന് ദിവസങ്ങളിലും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ജിജികുട്ടനെ കുടുംബത്തെയും, സോളി കുടുംബത്തെയും, ഷാൽവി കുടുംബത്തെയും, ജെയിൻ തങ്കച്ചനെ കുടുംബത്തെയും, അങ്ങനെ എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുമുൻപിലെരിയുന്ന ദീപങ്ങളും ഈ ജന്മവും ഈ സ്വപ്നവും ഇടനെഞ്ചിലെരിയുന്ന ദുഃഖങ്ങളും അർച്ചനയായി തിരുസന്നിധി കാഴ്ചയർപ്പിക്കുന്നു ഞങ്ങൾ. ഈ താലവും ഈ പൂക്കളും തിരുമുൻപിലെരിയുന്ന ദീപങ്ങളും ഈ ജന്മവും ഈ സ്വപ്നവും ഇടനെഞ്ചിലെരിയുന്ന ദുഃഖങ്ങളും അർച്ചനയായി തിരുസന്നിധി കാഴ്ചയർപ്പിക്കുന്നു ഞങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ
കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞാൻ രക്ഷയുടെ സ്മാരകം ആഘോഷിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. അങ്ങനെ കാരുണ്യത്തിൻ്റെ കൂദാശ ഞങ്ങൾക്ക് ഐക്യത്തിൻ്റെ അടയാളവും സ്നേഹത്തിൻ്റെ ഉടമ്പടിയുമായി ഭവിക്കുമാറാവട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ അത് ഉചിതവും ന്യായവുമത്രേ. സർവീശ്വരനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, എങ്ങനെ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യും. അവരുടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യും. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറാനും മഹത്വത്തിന്റെ അക്ഷയ കിരീടം അവരോട് കൂടി കരസ്ഥമാക്കാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അന്നിടയാക്കുന്നു. ആകയാൽ മാലാഖമാരുടെ പ്രധാന മാലാഖമാരും വിശുദ്ധരുടെ വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് എളിയവരായി ഞങ്ങളും അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനീറ്റം ധന്യനുമാ, വരുവോനീറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. പരിശുദ്ധാരി വീഴുന്ന ഒരു നിമിഷമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കൊറോണ ബാധിച്ച് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞക്കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വിനയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാവട്ടെ. അവൻ ഒറ്റുകൊടുക്കപ്പെട്ട് സുമനസ്സാലെ പ്രവേശിച്ച് അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങും ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ വ്യക്തിത്വത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുക. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ കാലം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാകുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലുമായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ ഇരുപതീക്ഷനായ ജോസഫ് മെത്രാനോടും വൈദികത്തോടും മൊത്ത സഭയും ഒരു സ്നേഹത്തിലെ പൂർണ്ണതയിലുണ്ട്. ഉയർപ്പിന്റെ പ്രത്യാശയോടെ ഓടുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും സഹോദരി സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും സ്നേഹിതരെയും ഉപകാരികളെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും മരണമടഞ്ഞ സകലരെയും ആത്മാവിലെല്ലാം ഭാഗക്കാരെയും ശുദ്ധീകരണത്തിൽ ഒരുകൂടി ആത്മാക്കളെയും അങ്ങോട്ടുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായി പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങയെ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് പ്രത്യേകിച്ച് വിശുദ്ധ മോനിക്കയോടും വിശുദ്ധ അഗസ്തീനോസിനോടും വിശുദ്ധ അന്തോനീസിനോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബ്രഹ്മതയും മഹത്വവും എന്നും എന്നേക്കും ദൈവത്തെ പിതാവിനെ കൊണ്ടിരുന്ന നമ്മോട് കൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവിൽ സംശയപ്പെടുന്നുകൊണ്ട് അവിടുത്തെ മനസ്സിലമക്കളായ നമുക്ക് രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായ ദിവ്യോപദേശത്താൽ ഉത്കൃതരായ നിർഭയം നമുക്ക് ഏറ്റുപാടാം. എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ
ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഇടവകകൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും തിരുസഭയ്ക്കാകുമാനവും സമാധാനവും ശാന്തിയും ഐക്യവും ലോകത്തിന് സൗഖ്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടവരാണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ. ഈ ദൈവകുഞ്ഞാടിൻ്റെ വേദന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായി നമ്മൾ അനുഗ്രഹിക്കുക. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരത്തിൽ ഏറ്റവും അനുഗ്രഹിതമായ സുരക്ഷ. മറക്കല്ലേ മനുഷ്യാ നീ, മായയാം ലോകത്തിൽ ആവോളം ആസ്വദിച്ചിടുമ്പോഴും മറക്കല്ലേ മനുഷ്യാ നീ, മായയാം ലോകത്തിൽ ആവോളം ആസ്വദിച്ചിടുമ്പോഴും നീ നിമിഷ സുഖങ്ങളെ മറക്കല്ലേ മനുഷ്യാ നീ, മായയാം ലോകത്തിൽ ആവോളം ആസ്വദിച്ചിടുമ്പോഴും
നിങ്ങൾക്ക് ഒരു ഗുരുവേ ക്രിസ്തു. നിങ്ങളെല്ലാം സഹോദരങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്തുവിൻ്റെ മേശയിലെ ഭാഗമാകത്തും ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവിടുത്തെ അംഗങ്ങളായി ഭവിച്ചവർ, ഞങ്ങൾ സ്വീകരിച്ചവർ ഞങ്ങളായി തീരുമാറാവട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളതാണ്. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നിയമം സംബന്ധിച്ച ഭാരതരത്ന ബോട്ടുകാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അഗസ്റ്റിൻ എന്ന നാമധാരികൾക്ക് വേണ്ടിയും മോനിക്ക എന്ന നാമധാരികൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് നമ്മളോടുകൂടെ സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സമാധാനത്തിലും ശാന്തിയിലും പരിശുദ്ധ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയും മാതാവേ, നിന്റെ സന്നിധിയിലോട് വന്ന് നിന്റെ സഹായത്തെ നിന്നെ മാധ്യസ്ഥ ഒരു ലോകത്തിലോർക്കണമേ. കന്യയുടെ രാജ്ഞിയുടെ കീഴിലുള്ള മാതാവ്, ഈ വിശ്വാസം വേദത്തിൽ പാത്രം ഞാൻ നെടുകൊണ്ട് അദ്ദേഹത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച മാതാവിനെ വീക്ഷിക്കാതെ ദയാപുറമേ. ആമേൻ. സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മന്നിൽ രക്ഷകദീപം. സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മന്നിൽ രക്ഷകദീപം. ഭൂവാസികളേ, യഹോവയ്ക്കാർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. ഭൂവാസികളേ,
സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. കൈയടിച്ച് സന്തോഷത്തോടുകൂടെ ഉല്ലസിക്കുന്നു. യേശു തന്നെ ദൈവമെന്നറിയും, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യേശു തന്നെ ദൈവമെന്നറിയും, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളത്, അവനെ വാഴ്ത്തിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളത്, അവനെ വാഴ്ത്തിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. 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 ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, യഹോവയ്ക്കാർപ്പിടുവിൻ, യഹോവയ്ക്കാർപ്പിടുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇരിക്കുക. ഇന്നത്തെ 10 കന്യകമാരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതിൽ വളരെ ശോചനീയമായ ഒരു കാര്യം, 10 പേരുണ്ടായിരുന്നു. അവര് എല്ലാവരും ഉറക്കമായിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ എല്ലാവരും കിടന്നുറങ്ങി. അർദ്ധരാത്രിയായപ്പോൾ ഇതാ മണവാളൻ എന്നൊരു വിളി വന്നു. ആ കന്യകമാരെല്ലാം എണീറ്റ് ഉണർന്ന് വിളക്കുകൾ തെളിച്ച് വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് തരിക. അവർ പറഞ്ഞു, സ്വാഭാവികമാണ്, ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തികയില്ലേ, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് കച്ചവടക്കാരോട് വാങ്ങിക്കുക. അവർ പുറത്തേക്ക് പോയി വാങ്ങിക്കാൻ പോവുകയാണ്. പുറത്തേക്ക് പോയി വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയില്ല, ഞാൻ നിങ്ങളെ അറിയുകയില്ല. ഇത്ര നേരം വരെ കർത്താവിനെ കാണാനും എതിരേൽക്കാനും കാത്തിരുന്നവരാ. മറ്റു കന്യകമാരോടൊപ്പം തന്നെ കാത്തിരുന്നവരാ. അവരെന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവരും ചെയ്തിട്ടുണ്ട്. അവരെന്തുമാത്രം ഒരുങ്ങിയിട്ടുണ്ടോ അതെല്ലാം ഇവരും ഒരുങ്ങിയിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ അവരുടെ എണ്ണ കെട്ടുപോയതിന്, വിളക്ക് കെട്ടുപോയതിൻ്റെ വെളിച്ചത്തിൽ ഇത്തിരി എണ്ണ വാങ്ങിക്കാൻ പോയ നേരം വന്നു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയില്ല. എന്തൊരു ഗതികേടാണ്! ഞാൻ നിങ്ങളെ അറിയുകയില്ല. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ പോലെ തന്നെ ഇവരും ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ ഇവർ ഉറങ്ങിയിരുന്നു. മറ്റുള്ളവരെ പോലെ ഇവർ ഒരുങ്ങിയിരുന്നു. പക്ഷേ എണ്ണ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണ്
യഥാർത്ഥത്തിൽ ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് തമ്പുരാൻ പറയാതിരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയും എന്ന് തമ്പുരാൻ പറയുന്നത് ആധികാരികത എങ്ങനെയാണ്? കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. 1-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനം, ഒന്ന് ആത്മീയ അറിവ്, പൂർണ്ണമായ ജ്ഞാനവും ആത്മീയമായ അറിവും വഴി ദൈവഹിതം എന്താണ് എന്നുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയണം. ആ ദൈവഹിതം എന്താണ് എന്നുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയുന്ന വ്യക്തികൾ എപ്പോഴും ജാഗരൂകരായിരിക്കും. അപ്പൊ ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രയാസവും പ്രശ്നവും. കണ്ണീരിന് ഉപ്പ് രസമാണ്, കടലിനും ഉപ്പ് രസമാണ്. അതുകൊണ്ടാണ് കണ്ണീർ കടൽ എന്നൊക്കെ പറയുക. ഇവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീരുള്ള വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ സ്ത്രീകളാണ്. അവർക്കാണ് ധാരാളം കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകിയിട്ടുള്ളത്. അങ്ങനെ സ്ത്രീകളിൽ ആർക്കാണെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും അമ്മമാർക്കാണ് എന്ന്. ഓരോ അമ്മമാരെയും കണ്ണുനീരിന്റെ സാഗരം എന്ന് പറയാൻ സാധിക്കും. കാരണം അവരുടെ കണ്ണുകളിൽ 1000 കണ്ണുനീർ തുള്ളികൾ ഉറഞ്ഞു കിടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പലപ്പോഴും അവരുടെ അടുക്കളയിലാണ്, വരാന്തകളിലാണ്, വീടിന്റെ ഏകാന്തതകളിലാണ്, വിശുദ്ധ രൂപത്തിന്റെ മുമ്പിലാണ്. അതുമല്ലെങ്കിൽ കൊട്ടിയടക്കാതെ കാത്തിരിക്കുന്ന, തന്റെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ഉമ്മറപ്പടിയിലാണ്, കാത്തിരിക്കുകയാണ്. എൻ്റെ മകൻ വരും, എൻ്റെ മകൾ വരും, കാത്തിരിക്കുകയാണ്. രാത്രി 12 മണി വരെ കുടിച്ചു കൂത്താടി കടന്നു വരുന്ന മകനെ കൈപിടിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഭക്ഷണം കഴിക്കടാ എന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലോട്ട് പോകുമ്പോഴും അവിടെ അവൻ ഛർദ്ദിക്കുന്നുണ്ടോ, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് കാത്തിരിക്കുന്ന കണ്ണുനീരിന് വിലയിടാനാവുമോ? അതുമല്ല എങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് നിങ്ങളെ വേണ്ട, അപ്പനമ്മേനും വേണ്ട, എനിക്ക് ഈ ചേട്ടനെ മതി എന്ന് പറയും. ഇന്നാള് കണ്ട ഒരു ചേട്ടന്റെ പുറകെ 2-3 മാസം മാത്രം പ്രായം ബന്ധമുള്ള ഒരു ചേട്ടന്റെ പുറകെ പോവുകയും പോലീസുകാരുടെ മുമ്പിൽ വെച്ച്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപ്പനമ്മേനും വേണ്ട, ഞാൻ ഇയാളുടെ കൂടെ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും 2-3 വർഷം ഒരു ബന്ധമില്ലാതെ ജീവിച്ച് ഒരു 1-2 കൊച്ചുങ്ങളെയുമായിട്ട് അവൻ ഉപേക്ഷിച്ചു കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോ ആ 3 വർഷത്തെ കണ്ണുനീര് മുഴുവൻ ഉണ്ടായിരുന്നെങ്കിലും അവളെ പിടിച്ച്, ആ കുഞ്ഞുങ്ങളെ, പേരക്കുട്ടികളെ പിടിച്ച് മാറോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഇതെന്റെ പേരക്കുട്ടികളാണ്, നീ എൻ്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണുനീരിന്റെ സാഗരത്തിന് വിലയിടാനാവുമോ? അതുമല്ല എങ്കിൽ വീടിന്റെ വരാന്തകളിലും അടുക്കളകളിലും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ, കൊറോണ കാലാണ്, കെട്ടിയതിന് ജോലിയില്ല, പറ്റുതരാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ എന്തു ചെയ്യുമെന്നറിയാതെ ഓരോ ദിവസവും ആവലാതിയോടുകൂടെ വേവലാതിയോടുകൂടെ എഴുന്നേൽക്കുകയും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന ഒരമ്മയുടെ കണ്ണുനീരിന് കണ്ണീർ കടലെന്നല്ലാതെ എന്താണ് വിളിക്കാൻ സാധിക്കുക? അതുമല്ല എങ്കിൽ സ്വന്തം ഭർത്താവ് വേറൊരാളോടുകൂടി ബന്ധവും, സ്വന്തം ഭർത്താവ് കള്ളു കുടിച്ച് അങ്ങോട്ട് നടക്കുകയും 3 പെമ്മക്കളെയും കൊണ്ട് രാത്രിയാകുമ്പോൾ പടക്കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ടിരിക്കുന്നത് പോലെ അങ്ങ് ഇരിക്കുകയും, അപ്പം വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ ഉടുമുണ്ട് പോലും ഇല്ലാതായി കടന്നു വരുന്ന ഓരോ കുടുംബനാഥന്മാരുടെയും മുമ്പിൽ ഇറ്റ് വീഴുന്നത് ഇതുപോലെ കണ്ണീർ കടലാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളിൽ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ കണ്ണുനീരുള്ളതെന്ന് പറയുക. അവർ കണ്ണുനീര് ചൊരിയാൻ വേണ്ടിയിട്ട് ജനിച്ചവരാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇവിടെയാണ് ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. കണ്ണുനീരിന് അർത്ഥമുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? കർത്താവേ, ഞാൻ ഒരുപാട് കാലമായി പ്രാർത്ഥിക്കുന്നത്, ഒരുപാട് കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വേദനയും രോഗവും അസ്വസ്ഥതകളും ഉത്കണ്ഠകളും ആവലാതികളും പരാതികളും മാത്രമേ ഉള്ളൂ. എൻ്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ തമ്പുരാൻ
നമ്മുടെ കണ്ണുനീരുകളെ കൊണ്ട് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. തമ്പുരാൻ നമ്മുടെ കണ്ണുനീരുകളെ കൊണ്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ. 1, കർത്താവ് പറയും, ഞാൻ കാണുന്നുണ്ട്, ഞാൻ നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു, കർത്താവ് കാണുന്നുണ്ട് നമ്മുടെ കണ്ണുനീർ. ആ കണ്ണുനീരിന് 1000 മഴവില്ലുകളുടെ ശോഭയുണ്ടാകും. കർത്താവ് കാണുന്ന കണ്ണുനീരിന്. എന്തുകൊണ്ടാണാവോ കർത്താവ് ലാസറിന്റെ ശവകുടീരത്തിന് മുന്നിൽ പോകുന്നതിന് മുന്നേ ഈ മാർത്തയോടും മറിയത്തോടും ചൂടെ ചേർന്ന് നിന്നുകൊണ്ട് കരഞ്ഞത്? കരയാതെ അങ്ങോട്ട് നേരിട്ട് പോയിട്ട് ലാസറിനെ ഉയർപ്പിക്കാൻ പാടില്ലായിരുന്നു? ഉയർപ്പിക്കുമെന്ന് അറിയാമായിരുന്നല്ലോ. പിന്നെയും പോയി കരഞ്ഞത് എന്തുകൊണ്ടാണ്? ഏതൊരു വ്യക്തിയും കരയുമ്പോൾ ആ കരച്ചിലോടുകൂടെ ഒന്ന് തോളെ പിടിച്ച് അവരുടെ കണ്ണുനീരുകളെല്ലാം ഞാൻ കാണുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നൊരവസ്ഥ. നമ്മുടെ കണ്ണുനീരുകള്, ആ കണ്ണുനീരുകളെ കാണുന്ന തമ്പുരാൻ ലാസറിനെ ഉയർപ്പിക്കുമെന്ന് അറിയാമായിരുന്നിട്ട് കൂടി മാർത്തയുടെയും മറിയത്തിന്റെയും കൂടെ ഇരുന്ന് കരയുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ കണ്ണുനീരുകളും അപ്പം തന്നെ തുടക്കാനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുനീരും അപ്പത്തിന് തുടക്കാനുള്ളതല്ല. ആയിരുന്നുവെങ്കിൽ കർത്താവ് കരയാതെ അപ്പം തന്നെ പോയിട്ട് സൗഖ്യപ്പെടുത്താമായിരുന്നു, ഉയർത്തെഴുന്നേൽപ്പിക്കാമായിരുന്നു. ഒന്നാമത്, കർത്താവ് നമ്മുടെ കണ്ണുനീർ കാണുന്നുണ്ട്. കർത്താവ് കാണുന്നുണ്ട് നമ്മുടെ കണ്ണുനീര്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഈ അന്നത്തെ തിരുനാളിന് മധ്യസ്ഥനായ വിശുദ്ധ അഗോസ്തീനോസിൻ മോനിക്ക പിടിച്ച് കണ്ണുനീര് കാണുന്നില്ലായിരുന്നെങ്കിൽ മനസ്സാന്തരം ഉണ്ടാകുമായിരുന്നു. ചോദ്യചിഹ്നമായിട്ട് മാറ്റുകയാണ്. രണ്ടാമത്, കർത്താവ് നമ്മുടെ കണ്ണുനീരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 1, കാണുന്നു. 2, കർത്താവ് കണ്ണുനീര് സ്വരുക്കൂട്ടി വെക്കുന്നു, ചെപ്പിലൊതുക്കി വെക്കുന്നു. നിന്റെ കണ്ണുനീരുകളെല്ലാം നിന്നേക്കാൾ കൂടുതൽ ചെപ്പിലൊതുക്കി വെച്ചിരിക്കുന്ന ഒരാള് തമ്പുരാനാണ്. നീ ജനിച്ച കാലം മുതൽ ഇപ്പൊ വരെ എന്തുമാത്രം കണ്ണുനീരുണ്ടെങ്കിൽ, എത്ര ലക്ഷം കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണിട്ടുണ്ട് എന്ന് നിന്നേക്കാൾ കൂടുതൽ അറിയുന്ന തമ്പുരാൻ നിന്റെ കണ്ണുനീരുകളെല്ലാം ഞാൻ ചെപ്പിൽ ഒതുപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കഷ്ടപ്പാടുകളിലൂടെ, നിന്റെ ദുഃഖങ്ങളിലൂടെ, നിന്റെ വേദനകളിലൂടെ അറിയുന്ന തമ്പുരാൻ നിന്റെ കണ്ണുനീരുകളെല്ലാം അങ്ങോട്ടേക്ക് അത് എടുത്തു കളയുകയോ കാണാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ സ്റ്റോർ യുവർ tears. I see your tears. ഞാൻ നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്. ഞാൻ നിന്റെ കണ്ണുനീര് ചെപ്പിൽ ഒതുക്കി വെക്കുന്നുണ്ട്. മൂന്നാമത്, നിന്റെ കണ്ണുനീര് ഞാൻ തുടച്ചു നീക്കും. നിന്റെ കണ്ണുനീര് ഞാൻ തുടച്ചു നീക്കും. സമയമെടുക്കും, സമയമുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് തമ്പുരാൻ നമ്മുടെ കണ്ണുനീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത്. കർത്താവ് കാണുന്നുണ്ട് നിന്റെ കണ്ണുനീർ. കർത്താവ് നിന്റെ കണ്ണുനീർ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട്. കർത്താവ് നിന്റെ കണ്ണുനീർ തുടച്ചു നീക്കും. ഇതൊരു പ്രോസസ്സാണ്. അതല്ലാതെ പെട്ടെന്ന് തന്നെ വന്നു കഴിയുമ്പോൾ കണ്ണുനീര് വരാതെ തന്നെ നീ എന്നെ സൗഖ്യപ്പെടുത്തിക്കൂടായിരുന്നോ? പക്ഷേ എല്ലാ കണ്ണുനീരുകളും തുടക്കാനുള്ളതല്ല. എല്ലാ കണ്ണുനീരുകളും തുടക്കാനുള്ളതല്ല. ചിലപ്പോഴൊക്കെ എല്ലാം സ്വാർത്ഥതയുടെ കണ്ണുനീരുണ്ടായേക്കാം. ആ സ്വാർത്ഥതയുടെ കണ്ണുനീരുണ്ടായേക്കാം. അനുതാപത്തിന്റെ കണ്ണുനീരുണ്ടായേക്കാം. ആ തുടക്കണ്ട. ആ തന്നെത്താൻ ഒഴുകിയിറങ്ങുമ്പോ പാപങ്ങളെല്ലാം കഴുകിയിറങ്ങുകയാണ്. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് പാപങ്ങൾ കഴുകിയിറങ്ങുകയാണ്. നമ്മുടെ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വേദനയും കർത്താവ് കാണുന്നുണ്ട്. മിഴിപൊറ്റി കരയുന്ന ഒരുപാട് ജന്മങ്ങളെ കാണാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷെ ആ മിഴികളെല്ലാം ഉള്ളിലിട്ട് കരയുന്ന കുറെ ജന്മങ്ങള് ഈ ഭൂമിയിലുണ്ട്. ഉള്ളിലിട്ട് കരയുന്ന കുറെ ജന്മം. എന്തേ തമ്പുരാന്? അത് ജാതി ഏതുമാവട്ടെ, ഹിന്ദു ആവട്ടെ, മുസൽമാനാവട്ടെ, ബൗദ്ധനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൈനനാവട്ടെ, എല്ലാ മക്കളെയും സ്വീകരിക്കുന്ന തമ്പുരാൻ. എൻ്റെ മകനെ, മകളെ, നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീര് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ കരഞ്ഞിട്ടുള്ള ഒരു വഴിധാരകളിലും ഞാൻ ഉണ്ടാവാതിരുന്നിട്ടില്ല. കർത്താവ് കണ്ണീർ പ്രവാഹത്തെ കുറിച്ച് ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം പരിശുദ്ധ കന്യകാ മാതാവായിരിക്കെ എന്തുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ മാതാവിന്റെ കണ്ണുനീരിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല? ഒഴുകിയാൽ ഒരു സാഗരം പോലെ ആയി മാറാമായിരുന്ന കണ്ണുനീരിന്റെ ഉടമയാണ് പരിശുദ്ധ കന്യകാ മാതാവ്. എന്നിട്ട് ഒരുപാട് പുസ്തകങ്ങളൊന്നും മാതാവിന്റെ കണ്ണുനീരെന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ? വ്യാകുലവാൾ എഴുതിയിട്ടുണ്ട്.
മാതാവിന്റെ കണ്ണുനീർ പ്രവാഹത്തെക്കുറിച്ച് ആരാണ് എന്തേ എഴുതാതെ പോയത്? മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി അവരുടെ അമ്മമാരൊടുക്കുന്ന കണ്ണുനീരുകളൊക്കെ എല്ലാം വായിക്കാനുള്ളതും എഴുതാനുള്ളതുമല്ല, അറിയാനായിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയാൻ കാര്യമെന്നായിരുന്നു. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കണമായിരുന്നു. വിസ്ഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ് വിൽ, അവിടുത്തെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിന് മനസ്സിലാവണമെങ്കിൽ ആത്മീയമായ എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചുള്ള അറിവ്. ആ ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ. ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, മറിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. God's will must be done, not just understood. മനസ്സിലായതുകൊണ്ട് മാത്രം കാര്യമായില്ല, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാണ്. അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുവാൻ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് വിവേകശൂന്യതകളായത്. ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അവിടുത്തെ ഹിതം മനസ്സിലാക്കാൻ സാധിച്ചില്ല. കൊളോസ്യോസുകാർക്ക് ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. എങ്ങനെയാണ് കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാൻ സാധിക്കുക? എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞത്? കൊളോസ്യോസുകാർക്ക് ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുകയാണ്. 1, കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതമായിരിക്കണം. വിവേകമതികൾ എന്ന് പറയുമ്പോൾ കർത്താവിന് തികച്ചും പ്രീതിജനകവും യോജിച്ച ഒരു ജീവിതമായിരിക്കണം. അതാണ് വിവേകം. 2, കൊളോസ്യോസുകാർക്ക് 1-ാം അധ്യായം 10-ാം വാക്യം, എല്ലാ പ്രവൃത്തികളും ഫലദായകത്വമുള്ളതായിരിക്കണം. ഫലത്തിൽ നിന്ന് ഒരു വൃക്ഷത്തെ അറിയാൻ പറ്റും. ഫലം എന്താണോ അതിന് വൃക്ഷത്തെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലദായകത്വമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിവേകവാദികളുടെ പ്രത്യേകത. 3, കൊളോസ്യോസുകാർക്ക് ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം, സന്തോഷത്തോടുകൂടെയും എന്തും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കഴിയണം. സന്തോഷം ഉണ്ടാവണം, സഹിക്കാൻ കഴിയണം, ക്ഷമിക്കാൻ കഴിയണം. ഈ 3 കാര്യങ്ങൾ, സന്തോഷം ഉണ്ടാവണം, സഹിക്കാൻ കഴിയണം, ക്ഷമിക്കാൻ കഴിയണം. 4-ാമത്തത് അവിടെ പറയുകയാണ്, സർവശക്തിയിലും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി നിങ്ങൾ ബലം പ്രാപിക്കണം, ശക്തി ഉണ്ടാവണം. ഈ 4 കാര്യങ്ങൾ. 1, അവിടത്തേക്ക് യോജിച്ച വിധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. 2, ഫലദായകത്വം ഉണ്ടായിരിക്കണം. 3, സന്തോഷവും സഹനവും ക്ഷമയും ഉണ്ടായിരിക്കണം. 4, ബലം ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വിവേകമതികളാകാൻ, വിവേകമുള്ള മനുഷ്യരായി മാറാൻ, അവിടുത്തെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. ഇതാണ് വിശുദ്ധ അഗസ്തീനോസിന് ഇത്തിരി പ്രായം കണ്ണുനീരിൻ്റെ ആ നായാട്ട്, വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ കണ്ണുനീരിൻ്റെ നായാട്ടിലൂടെ നേടിയെടുത്ത ഫലമാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ. മിഴിപൊത്തി കരയുന്ന ഒരുപിടി അമ്മമാരുടെ കണ്ണുനീരുകൾ ആരുടെ പിറകെയാണ് പായുന്നത്? ആരെയാണ് വേട്ടയാടുന്നത്? മക്കളെയാണോ? ഭർത്താവിനെയാണോ? അപ്പനെയാണോ? ആരെയാണ് വേട്ടയാടുന്നത്? ഫലദായകത്വം ഉണ്ടാവും. വിവേകമതികളെ പോലെ പെരുമാറാൻ സാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയില്ല തമ്പുരാൻ പറയില്ലേ. കാരണം നിങ്ങൾക്ക് വേണ്ടത് കർത്താവിന് യോജിച്ച ജീവിതത്തിൽ യോജിച്ചതും അവിടത്തേക്ക് പ്രീതിജനകവുമായ ജീവിതമായിരിക്കണം. എല്ലാ പ്രവൃത്തികളും ഫലദായകത്വം ഉണ്ടായിരിക്കണം. സന്തോഷത്തോടുകൂടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കഴിയണം. നിങ്ങൾക്ക് ബലമുണ്ടാവണം. ഈ ചിന്തയോടുകൂടെ നമുക്ക് വിശുദ്ധ അഗസ്തീനോസിനെയും വിശുദ്ധ മോനിക്കയെയും മനസ്സിലാക്കാൻ സാധിക്കട്ടെ. റോമാക്കാരുടെ ലേഖനം 13-ാം അധ്യായം 13-14 വാക്യങ്ങളാണ് വിശുദ്ധ അഗസ്തീനോസിനെ വിശുദ്ധ അഗസ്തീനോസാക്കി മാറ്റിയത്. ഈ ഒരു വികാരങ്ങളോടുകൂടെ നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം.
രക്ഷിക്കാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കാനായി നീ വരണേ. കണ്ണുനീരെന്ന് മാറുമോ വേദനകൾ എന്നും തീരുമോ? കണ്ണുനീരെന്ന് മാറുമോ വേദനകൾ എന്നും തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കാനായി നീ വരണേ. കണ്ണുനീരെന്ന് മാറുമോ വേദനകൾ എന്നും തീരുമോ? പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ഒട്ടും നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. ഒട്ടും താമസം വയ്ക്കല്ലേ. നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കണ്ണുനീരെന്ന് മാറുമോ വേദനകൾ എന്നും തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കാനായി നീ വരണേ. കണ്ണുനീരെന്ന് മാറുമോ വേദനകൾ എന്നും തീരുമോ? മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തി. ശത്രുവിൻ അണികൾ തകർന്ന
സ്തോത്രമുണ്ടായിടണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകിടണം. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. കർത്താവായ ഈശോയെ, അങ്ങേ അൾത്താരയിൽ ഞങ്ങളുടെ കണ്ണുനീരുകൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ കണ്ണുനീരുകൾ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് ഞങ്ങളുടെ കണ്ണുനീരുകൾ തുടക്കുവാൻ വേണ്ടി എഴുന്നള്ളിയിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയുന്നു. മോനിക്ക പുണ്യവതിയുടെ കണ്ണുനീരുകൾ കൊണ്ട് മകനെ മാനസാന്തരത്തിലേക്ക് നയിച്ചതുപോലെ ഈ ലോകത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തുവാനുള്ള കണ്ണുനീർ ഞങ്ങൾക്ക് തരണമേ. മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥമായി പോകുന്നു. ഞങ്ങളുടെ സാമ്പത്തികമായ അഭിവൃദ്ധിയും കീർത്തിയും ശ്രേയസ്സും ജോലിയും ബന്ധങ്ങളും ഇത് മാത്രമാകുന്നു തമ്പുരാനെ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ നിയോഗങ്ങൾ. എപ്പോഴെങ്കിലും നമ്മൾ അയൽവാസിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ജയിലിൽ കിടക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ലോകത്തിലുള്ള വിവിധ ശത്രുക്കൾക്ക് വേണ്ടി മിത്രങ്ങളാകാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ വരെ സ്വാർത്ഥം ജഡിലമായി മാറുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ മാത്രമാണ് നമുക്ക് കണ്ണുനീരുകൾ തരുന്നത്. മാനസാന്തരപ്പെടാത്ത യുവതി യുവാക്കളെ കുറിച്ച് കണ്ണീർ പൊഴിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ ഒരുപാട് കണ്ണുനീരൊഴുക്കിയ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാ മാതാവ്. അമ്മ പൂർണ്ണ ഗർഭിണിയായി യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ അവൾ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. തൻ്റെ ആദ്യസുതന് ഒരു കാലത്തൊഴുത്തിൽ പ്രസവിക്കേണ്ടി വന്ന് നിസ്സഹായതയിൽ അവൾ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. അവിടെ നിന്ന് പിന്നീട് ഈജിപ്തിലേക്ക് ആരും കാണാതെ ഒളിച്ചോടി പോകേണ്ടി വരുന്ന ഭയത്തോടും വിറയലോടും കൂടിയുള്ള വിപ്രവാസത്തിൽ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. മകനെ കാണാതെ പോയി 3 ദിവസം അന്വേഷിക്കുമ്പോഴൊക്കെയെല്ലാം മകനെ ഓർത്ത് നൊന്തിട്ടുണ്ടാവാം. 3 വർഷക്കാലം മകൻ ഇടയ്ക്കെല്ലാം വന്നു പോകുന്നുവെങ്കിൽ കൂടെ വഞ്ചിയുടെ അമരത്ത് കിടക്കലും ഗോതമ്പ് വയലിലെ ഗോതമ്പ് ഭക്ഷണമാക്കി മാറ്റിയ മകനെ കുറിച്ചോർത്ത് അമ്മ കരഞ്ഞിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ കാൽവരിയിലേക്കുള്ള കുരിശിന്റെ യാത്രയ്ക്ക് മുന്നേ അന്നാസിന്റെയും കയ്യഫാസിന്റെയും ഒക്കെയെല്ലാം പീലാത്തോസിന്റെയൊക്കെ എല്ലാം കരങ്ങളിലൂടെ കടന്നുപോയ തന്റെ പൊന്നോമൽ സുതനെ
ഒരു വലിയ കുറ്റവാളിയായി കണ്ട് എല്ലാവരും അവനെ ക്രൂശിക്കുക എന്ന് കേൾക്കുമ്പോൾ, പറയുന്നത് കേൾക്കുമ്പോൾ ഏതമ്മയ്ക്കാണ് കരച്ചിൽ വരാത്തത്? വലിയ ഒരു പുരുഷൻ കൊടുത്തുകൊണ്ട് കാർക്കിച്ചു തുപ്പി ചാട്ടവാറടിച്ച് മുൾമുടി തലയിൽ അമർത്തി വെച്ച് കുന്തം കൊണ്ട് കുത്തി നഗ്നനാക്കി തൻ്റെ മകനെ, പ്രായപൂർത്തിയായ മകനെ ആളുകളുടെ മുമ്പിലൂടെ പാപികളിൽ പാപിയാണ് എന്ന് മുദ്രകുത്തി കടന്നുകൊണ്ട് പോകുമ്പോൾ ഏതമ്മയ്ക്കാണ് ശിലാഹൃദയവുമായി നിൽക്കാൻ സാധിക്കുക? പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കാൽവരിയുടെ മലമുകളിൽ അവിടെ 3 കുരിശുണ്ടായിരുന്നുവെങ്കിലും ആ നടുവിലത്തെ കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്തേക്ക് ശിരസ് ചായ്ച്ചപ്പോ ആ അമ്മ കരയാതിരിക്കുമോ? അതുമല്ല എങ്കിൽ അവസാനത്തുള്ളി രക്തം വരെ സ്വന്തം ഹൃദയത്തിലുണ്ടായ രക്തവും വെള്ളവും താഴോട്ടൊഴുകിക്കളഞ്ഞ് അതുപോലും രക്ഷാകരമായ സൗഖ്യത്തിന് വേണ്ടി ലോഞ്ചീനസ് എന്ന് പറയുന്ന പട്ടാളക്കാരന്റെ കണ്ണിലേക്ക് ഒഴുക്കിയപ്പോഴൊക്കെല്ലാം കരയാതിരിക്കാൻ മാത്രം ശിലാഹൃദയമാണോ പരിശുദ്ധ അമ്മയ്ക്ക്? അതുമല്ല എങ്കിൽ ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മകൻ, ചെറുപ്പക്കാരനായ മകന്റെ മൃതശരീരം മടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഒരു കരിങ്കല്ലിലിരിക്കുന്ന കരിങ്കല്ലായി മാറുവാൻ പരിശുദ്ധമ്മയ്ക്കാവുമോ? കരഞ്ഞിട്ടുണ്ട് ധാരാളം. പക്ഷേ ഒരു ഇതിഹാസങ്ങളും പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരിനെ കുറിച്ചല്ല എഴുതിയിരിക്കുക. ഈ ഇരിക്കുന്ന തമ്പുരാനെ കുറിച്ചാണ്. ഈ ഇരിക്കുന്ന അപ്പത്തിൽ വാഴുന്ന തമ്പുരാനെ കുറിച്ചാണ്. അവന്റെ ശക്തിയുക്തമായ ഉയർപ്പിനെ കുറിച്ചാണ്. കണ്ണുനീരുകളുടെ സാഗരമല്ല ഒരു ക്രിസ്ത്യാനിക്കുണ്ടാവേണ്ടത്. കണ്ണുനീരുകളുടെ സാഗരമല്ല, കണ്ണീർ കടലല്ല, അതിനപ്പുറത്തേക്കുള്ള ഉയർപ്പ്. എനിക്കൊരു ഉയർപ്പുണ്ട്, എനിക്കൊരു ഉത്ഥാനമുണ്ട്. ഈ ഒരു വിശ്വാസമാണ് ഏതൊരു ക്രിസ്ത്യാനിയെയും മുന്നോട്ട് നയിക്കേണ്ടത്, നയിക്കുന്നത്. ആത്മാർത്ഥതയോടുകൂടെ നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യമായി എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുനീര് കാണുന്നുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുനീർ ചെപ്പിൽ സൂക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുനീർ തുടച്ചു നീക്കും എന്ന ബോധ്യത്തോടുകൂടെ പരിശുദ്ധ കന്യകാമാതാവിന്റെ കണ്ണുനീർ ചാലുകളൊന്നും വിശുദ്ധ ബൈബിളിൽ കണ്ണീർ സാഗരമായിട്ടല്ല. തൻ്റെ പുന്നോമന പുത്രന്റെ ജീവിതത്തിന്റെ ഹിതം നിറവേറ്റാൻ നിന്റെ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ നിന്ന് പുറത്തേക്ക് നയിച്ച പരിശുദ്ധ അമ്മ ആ കാൽവരി യാത്രയിൽ പറയുന്നത് പറയാതെ പോകുന്നത് തന്നെയാണ്. ഞാനുണ്ട് മകൻ നിന്റെ പുറകെ, ഞാനുണ്ട് മകൻ നിന്റെ പുറകെ, മുന്നോട്ട് പോയിക്കൊള്ളുക. ആ കണ്ണുനീരുകൾ താഴെ വീണ് സാഗരമാകുന്നതിന് മുന്നേ തന്നെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയുടെ ഏറ്റവും വലിയ നീർച്ചോലയായി മാറുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കണ്ണുനീരുകൾക്ക് അർത്ഥമുണ്ടാവുന്നത് അതിൻ്റെ ഉള്ളിലെ ഉദ്ദേശമാണ്, ഉദ്ദേശശുദ്ധിയാണ്. നിങ്ങൾ കരയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? നിങ്ങൾ കരയുന്നത് സ്വാർത്ഥ പങ്കിലമായ ജീവിതത്തിന്റെ വർണ്ണശബളിതമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ? എങ്കിലത് സ്വാർത്ഥമാണ്. ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ മുഴുവൻ വിശുദ്ധിക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന എത്ര ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന് കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി തനിക്കറിയാത്ത ഒരുപാട് ജന്മങ്ങൾ ആശുപത്രി കഴിയുമ്പോൾ പാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവരുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും വിശ്വാസതീക്ഷതയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എത്ര അമ്മമാരെ, അപ്പന്മാരെ, മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. മറിച്ച് എനിക്ക് ജോലി കിട്ടണില്ലേ, എൻ്റെ മകന്റെ പോക്ക് ശരിയല്ലേ, എൻ്റെ അപ്പൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ 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 എന്ന് ഏത് ഉദ്ദേശത്തിൻ്റെയും മുമ്പിൽ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രാർത്ഥനകൾ സ്വാർത്ഥമല്ലാതാകുമോ? സ്വാർത്ഥതയാണ്. പ്രാർത്ഥന പോലും സ്വാർത്ഥതയാണ്. നീ ഒറ്റയ്ക്കല്ല, ഈ ഭൂമിയിലേക്കാണ് നീ ജനിപ്പിക്കപ്പെട്ടത്. നീ ലോകത്തിന് വേണ്ടിയിട്ടാണ്, ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് നീ ജീവിക്കപ്പെട്ടത്, ജനിപ്പിക്കപ്പെട്ടത്. നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ ഹൃദയാഭിലാഷങ്ങൾ ഈ ലോകത്തിന്റെ വിശുദ്ധീകരണമാണ്. നിന്റെ ജീവിതം വഴി ഈ ലോകത്തെ വിശുദ്ധീകരിക്കാനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്. അതല്ലാതെ നിന്റെ ജോലി, നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ മകൻ, നിന്റെ മകള്, നിന്റെ കാശ്, ഇതല്ല. എന്റെ ദൈവമേ തെറ്റിപ്പോയി എന്ന് ആത്മാർത്ഥതയോടുകൂടെ പറഞ്ഞുകൊണ്ട് സ്വാർത്ഥ ജഡിലമായ ഒരു ജീവിതം, എൻ്റെ സുഖം,
എൻ്റെ സന്തോഷം, എൻ്റെ സമൃദ്ധി, എൻ്റെ വകയിരുത്തലുകള്, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, ഈ എൻ്റെ എന്നുള്ള ഒരു നിയോഗങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുന്നുണ്ടായെങ്കിൽ അത് സ്വാർത്ഥതയായി മാറി. കർത്താവേ, പൗരോഹിത്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും പലപ്പോഴും സ്വാർത്ഥ ജഡിലമായ ഒരു ജീവിതം മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. അവിടെ എൻ്റെ എന്നുള്ള എല്ലാ സംഗതികളും ഒരു പ്രിഫിക്സായി കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാർത്ഥനയ്ക്കും മുന്നേ ക്ഷമിക്കണമേ, അവരെൻ്റെ നന്മ കാക്ഷിക്കാതെ, അവരെൻ്റെ വളർച്ച കാക്ഷിക്കാതെ, എൻ്റെ വളർച്ചയും എൻ്റെ ജീവിത ബന്ധങ്ങളും എൻ്റെ സമ്പത്തും സമൃദ്ധിയും മാത്രം എൻ്റെ ചിന്താഗതിയായി മാറിപ്പോയിട്ടുള്ളതിനെ ഓർത്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ഈ നിമിഷം നമ്മളിൽ കുടികൊള്ളുന്ന സ്വാർത്ഥതയുടെ കെട്ടുകൾ അടിക്കാൻ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ. ഈ നിമിഷം കർത്താവ് നമ്മെ ആശീർവദിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ടുകൾ വരിഞ്ഞു മുറുകിയിരിക്കുന്ന നമ്മുടെ കെട്ടുകൾ, എന്തെല്ലാം വിലക്കപ്പെട്ടിരിക്കുന്നുവോ അതെല്ലാം ചെയ്യാനായിട്ടുള്ള മനുഷ്യന്റെ ത്വര എടുത്തു മാറ്റപ്പെടുവാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. ഇരുകരങ്ങളും കർത്താവിന് നേരെ ഉയർത്തി നീട്ടി ഉച്ചത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുക വഴി നിന്റെ സ്വാർത്ഥ ജഡിലമായ എല്ലാ ആഗ്രഹങ്ങളും എടുത്തു മാറ്റി സ്വാർത്ഥത്തിന്റെ എല്ലാ കെട്ടുകളും അഴിച്ച് അവിടുത്തെ ആശീർവാദത്തോടുകൂടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനായി, മകളായി മാറുവാനുള്ള കൃപ നിനക്കുണ്ടാവട്ടെ. ദൈവവേലകൾ നൽകിയിടണമേ നാഥാ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. കണ്ണിരുക്കും ദൈവവേലകൾ നൽകിയിടണമേ നാഥാ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. അത്ഭുതങ്ങൾ കണ്ടിടുവാനായി കണ്ണുകൾ തുറക്കണമേ, അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. അത്ഭുതങ്ങൾ കണ്ടിടുവാനായി കണ്ണുകൾ തുറക്കണമേ, അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. ഇരുകരങ്ങളുയർത്തി യേശുവേ, 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 കനിയേണമേ. യേശുവേ, കനിയേണമേ, കനിയേണമേ, കനിയേണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നെന്നും അങ്ങേക്കാരാധന, ആരാധന. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് കടന്നു വന്ന് ഇന്ന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്ത എല്ലാവരെയും പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നിയോഗം തന്ന് അനുഗ്രഹിച്ച ഭാരതരത്ന ബോട്ടുകാർക്ക് വേണ്ടി പ്രത്യേകം അവരെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും
ഇവിടെ നിയോഗങ്ങളെ കർത്താവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി വിശുദ്ധ അഗസ്തീനോസിലൂടെ, വിശുദ്ധ മോനിക്കയിലൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.